ഞാനും ഏട്ടനും കൂടി ഇന്നൊരു പാലുകാച്ചിന് പോവാട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. റോഡിലൊക്കെ നിറയെ പണി നടക്കുന്നുണ്ട്. നല്ല ചുറ്റിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പാലുകാച്ചിന് വന്നാൽ വീട് ചുറ്റിക്കാണുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു അത്. അങ്ങനെ ഞാൻ വീടൊക്കെ കയറി കണ്ടു. നല്ല കൊച്ചു വീട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മേളിലോട്ടാണ്. അവിടെ നോക്കിയപ്പോൾ ദാ നിൽക്കുന്ന ഒരു പേരമരം. എന്നാ പിന്നെ അതിനെ അങ്ങ് വെറുതെ വിടണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി അതിലുള്ള പേരയ്ക്ക വെച്ച് കണ്ടു. നിറയെ പേരയ്ക്ക ഉണ്ടായിരുന്നേ. ഏട്ടൻ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു പേരമരം. അത് ഇവളുടെ അഹങ്കാരം കാരണം ഇവൾ വെട്ടിക്കളഞ്ഞതാണെന്നുള്ളതേ. സത്യമായിട്ടും എൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രം ഞാൻ വെട്ടിക്കളഞ്ഞതാട്ടോ. നല്ല പേരയ്ക്ക പിടിക്കുന്ന മരമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കുറേ പേരയ്ക്കയൊക്കെ പിച്ച് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങുവാണ്. ഇനി എന്താണെന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നേരെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും നേരെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് ഇരിക്കുന്നത്. സംഗീത മാത്രം ഈ ബീഫ് ബിരിയാണി കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സംഗീതയെ പറഞ്ഞ് പറ്റിച്ചു ഇത് നല്ല മട്ടൻ ബിരിയാണിയാണെന്ന്. കാരണം ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇത് മട്ടനാണോ ബീഫാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ബീഫല്ല, ഇത് മട്ടനാണ് സംഗീത, ധൈര്യമായിട്ട് കഴിച്ചോളാൻ. അങ്ങനെ സംഗീത മട്ടനാണെന്ന് വിചാരിച്ച് സംഗീതയെ അങ്ങനെ ആ ബിരിയാണിയൊക്കെ കഴിപ്പിച്ച് സംഗീതയെ പറ്റിച്ച സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ.